നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹൗ ടു സ്റ്റഡി ആൻഡ് വാട്ട് ടു സ്റ്റഡി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കിപ്പോ ഇത്രയും നല്ലൊരു സക്സസിന്റെ ഹിസ്റ്ററി നമുക്കുണ്ട്. ഇത്രയും ആൾക്കാർ നെറ്റ് കിട്ടി, JRF കിട്ടിയ ആൾക്കാർ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ PhD ചെയ്യുന്നു, പെർമനന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത്രയും ട്രാക്ക് റെക്കോർഡ് നമുക്കുണ്ട്. ഇന്ത്യയുടെ എക്സാം സോഫ്റ്റ്വെയറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എക്സാം പ്രാക്ടീസ് അവർക്ക് LMSൽ കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും കുട്ടികൾ എക്സാംസ് കഴിഞ്ഞ് നമ്മളോട് പറയാറുണ്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ ഒരു പരിചയമില്ലായ്മ മൂലം അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പൊ നമ്മുടെ LMS പ്ലാറ്റ്ഫോം അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട്, ഒരു എഫിഷ്യന്റ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പൊതുവെ കൊമേഴ്സിന് എല്ലാവരും പറയുന്ന ഒരു കൺസേൺ തന്നെയാണ് ഈ പ്രോബ്ലം ഏരിയാസ് എന്ന് പറയുന്നത്. പക്ഷെ നെറ്റ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇന്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് നമ്മളോട് ഈ ഒരു പ്രോബ്ലം ഏരിയാസിൽ നിന്ന് ക്വസ്റ്റൻസ് വരുന്നത്. അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. 2012 തൊട്ട് റീസെന്റ് എക്സാം വരെയുള്ള ക്വസ്റ്റൻസ് എല്ലാം ഇതിലുണ്ടെന്നുള്ളതാണ്. ഇംഗ്ലീഷ് പോലെയുള്ള ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ സിലബസിന്റെ ഒരു വാച്ച്നെസ് ആണ്. ഈ പറയുന്ന ഒരു സിലബസിനെ മാക്സിമം പ്രിസൈസ് ആക്കുക അല്ലെങ്കിൽ മാക്സിമം ക്രിസ്പ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സിലബസിനെ മാറ്റുവാണെങ്കിൽ നമ്മുടെ കുറെ പ്രോബ്ലംസ് അവിടെ തീരും. 35+ ക്വസ്റ്റ്യൻസ് 50 ചോദ്യങ്ങളുടെ കറക്റ്റ് ആക്കുന്നത് എയിമാണ് ശരിക്കും പേപ്പർ വേണ്ട. നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട്, നമ്മൾ വളരെ ഒരു എക്സാമിന്റെ എല്ലാ ഡിഫിക്കൽറ്റിയും പരിഗണിച്ചുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ഗോൾ. ഇതിന്റെ ഒരു വിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കിരൺ സാറാണ്. സാറാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. എത്ര ക്വാളിറ്റിയിൽ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയുമായിട്ട് വരുന്നത് സാറാണ്. ജൂൺ 2024 ബാച്ച് നമ്മൾ സൂൺ സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഓൾറെഡി തുടങ്ങി. ജാനുവരി 3rd വീക്കിലേക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പം എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ബി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ ഉണ്ടാവും. ഡിസംബർ 2023 നെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ജൂൺ 2024 നെറ്റ് എക്സാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി തുടങ്ങി കാണും. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ നെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പൊതുവിൽ ഉണ്ടാവുന്ന ചില മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ചില തെറ്റിദ്ധാരണകൾ, ഇതായിരിക്കാം ഈ എക്സാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെയുള്ള ചില ചിന്തകൾ ഉണ്ടാവും. അപ്പൊ അതിനെ കൃത്യമായിട്ടൊന്ന് അഡ്രസ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ജൂൺ 2024 പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷൻസ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ മേജർ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ബേസിക്കലി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള അടിസ്ഥാന യോഗ്യതയാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ JRF എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മളിവിടെ എടുത്തു പറയണം. അതെന്താണ്? റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം ആണ്. അപ്പോൾ പൊതുവിൽ എല്ലാവർക്കും അറിയായിരിക്കും ഈ എഴുതുന്ന ഓരോ വിഷയത്തിലും എഴുതുന്ന മുഴുവൻ ആളുകളിൽ നിന്ന് വെറും 6% മാത്രം നാഷണൽ ലെവലിൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാം ആണ് UGC നെറ്റ് എന്ന് പറയുന്നത്. JRF ആണെങ്കിലോ അതിലെ തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന 1% മാത്രം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പൊതുധാരണകൾ നമുക്കുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ ഒരു നാഷണൽ ലെവൽ എക്സാമിനോട് വേണ്ട ഒരു അപ്രോച്ച് ആണോ ഒരു നല്ല ശതമാനം ആളുകൾക്ക് ഉള്ളത് എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ നമ്മുടെ കൂടെ ഡെലിൻ മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ കുറച്ചുകൂടി ഡെലിൻ മാമിന് ഒരു ഇൻസൈറ്റ് തരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ നമുക്ക് അഡ്മിഷന് വരുന്ന എല്ലാ കുട്ടികളും ആദ്യം വെയിറ്റ് ചെയ്യുന്ന ഡെലിൻ മാമിനെയാണ്. മാമാണ് അവർക്ക് വേണ്ട ഓറിയന്റേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ മാം യൂഷ്വലി ഈ കുട്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ പേരൻസ് വരുമ്പോൾ അവർക്ക് പൊതുവിലുണ്ടാകുന്ന ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് യൂഷ്വലി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഒരു ഫസ്റ്റ് മീറ്റിൽ? നമ്മുടെ അടുത്തേക്ക് എൻക്വയറി ആയിട്ട് ഫോൺ വഴിയും നേരിട്ടും ഒക്കെ വരുന്ന ആൾക്കാർ അവരെ കുറേ ഡൗട്ട്സുമായിട്ടാണ് വരുന്നത്. അത് ഡൗട്ട്സ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കുറെ മിസ്കൺസെപ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അവര് മനസ്സിൽ വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇതിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുറെ ആൾക്കാരൊക്കെ ഈ UGC നെറ്റ് എഴുതിയിട്ടുണ്ട്. അതായത് ഈ PG ഒക്കെ പഠിക്കുമ്പോൾ വെറുതെ ഒന്ന് എഴുതി നോക്കാൻ ഒരു ട്രയൽ നോക്കിയിട്ടുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ ഒരുവിധം പഠിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ അറിയാം, കേട്ട് പരിചയമുള്ള കുറെ ടേംസും കുറെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസ് ഒക്കെ കേട്ട് പരിചയമുണ്ട്, അവർ പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന് കഷ്ടപ്പെട്ടാൽ കിട്ടും എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും
ആൻസറിലേക്ക് എത്തുക. അതും ഇതൊരു ഒബ്ജക്റ്റീവ് മോഡ് എക്സാം ആണ്. എന്ന് വെച്ചാൽ ഫെമിലിയാരിറ്റി കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. കാര്യം ഈ 4 ഓപ്ഷനും ഉത്തരവായിട്ട് തോന്നും. അതെ. അപ്പൊ നമുക്കൊരു പാസീവ് ലേണിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷനിൽ 2 ഓപ്ഷനൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്യും. പിന്നെയും 2 ഓപ്ഷൻ നിൽക്കുകയാണ്. ആ 2 ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്തുക, അതും കറക്റ്റ് ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ്. അതിനൊരു പാസീവ് ലേണിംഗ് പോരാ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ശീലിപ്പിച്ചിരിക്കുന്നത് സബ്ജക്റ്റീവ് ആയിട്ട് എക്സാം എഴുതാനാണ്. ഡിസ്ക്രിപ്റ്റീവ് ഫോമിൽ നമ്മളിങ്ങനെ പാരഗ്രാഫ് ആയിട്ടും എസ്സേ ആയിട്ടും ഒക്കെ ഇങ്ങനെ പേജ് നിറച്ച് എഴുതി പഠിച്ചൊരു എഡ്യൂക്കേഷൻ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷെ UGC നെറ്റിലേക്ക് വരുമ്പോൾ ഒന്നത് നാഷണൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റീവ് മോഡാണ്. അപ്പോൾ അവിടെ ക്വാളിഫൈ ആവണമെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക എന്നൊരു വലിയ കാര്യമുണ്ട്. അപ്പൊ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ ഒരു നല്ല സമയം നമ്മൾ അതിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ആദ്യത്തെ തെറ്റിദ്ധാരണ. അതായത് ഇത്ര എളുപ്പത്തിൽ ഇത് കിട്ടും എന്നൊരു ധാരണയായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അത്ര എളുപ്പമല്ല. നമ്മളൊരു വാസ്റ്റ് സിലബസ് ആണ് ഡീൽ ചെയ്യുന്നത്. ആ വാസ്റ്റ് സിലബസ് കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി പഠിപ്പിച്ച് അതിന്റെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എങ്ങനെ 4 ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷനിലേക്ക് എത്താം എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു പ്രോസസ്സിന് എടുക്കുന്ന ഒരു സമയം ഉണ്ട്. അതൊരു സിമ്പിൾ ടാസ്ക് അല്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് കൂടുതൽ ആൾക്കാരും നെറ്റ് എന്നൊരു ഫോക്കസിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം നെറ്റ് മാത്രം പോരാ, അതാണ് നമ്മുടെ എയിം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം UGC നെറ്റ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ റിസർച്ച് ചെയ്യണം. അതാണ് നമ്മുടെ കരിയറിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആണ്. അപ്പൊ നെറ്റിന് ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് JRFനോട് ചേർത്തുള്ളൊരു പഠനമാണ് വേണ്ടത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ JRFന്റെ കാര്യം പറഞ്ഞല്ലോ, 1% ആണ് കിട്ടുന്നത്. അപ്പൊ 1% കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് മാത്രം പോരാ, പേപ്പർ 1 വേണം. ഇതാണ് മൂന്നാമത്തെ തെറ്റിദ്ധാരണ. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹൗ ടു സ്റ്റഡി ആൻഡ് വാട്ട് ടു സ്റ്റഡി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ വാട്ട് ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി എന്ന് പറയുന്ന പോയിന്റിലാണ് ഒരു കോച്ചിങ്ങിന്റെ പ്രസക്തി എന്നും തോന്നുന്നു അല്ലേ? അതെ, ഉറപ്പായിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു എക്സാമില് പാറ്റേൺ തന്നെ ഡിഫറെന്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ 3-4 പേജാണ് ആ സിലബസിലുള്ളത്. അപ്പൊ ആ ഒരു സിലബസ് വെച്ച് എത്ര എക്സ്റ്റെന്റ് വരെ പഠിക്കണം, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കുട്ടികളുടെ ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഉണ്ട്, അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് സിലബസ് എന്താന്ന് പഠിക്കാനും അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനെടുക്കാൻ പോകുന്നൊരു സമയം, അതായത് PG കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു എയിമിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പൊ കോച്ചിങ്ങിൽ ചെയ്യുന്നത്, അതായത് ആപ്പിൾബി അക്കാഡമി പോലെ ഒരു കോച്ചിങ് എൻറ്റിറ്റി ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് മാക്സിമം ഈസി ആക്കുകയാണ്. എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾ വളരെ എളുപ്പത്തിൽ കൊടുക്കുകയാണ് സ്റ്റുഡൻസിലേക്ക്. സോ നമുക്കിവിടെ ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ് റൂം ക്ലാസ്സസ് നടക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലയിലാണ്. അതും വീണച്ചിലാറിന്റെ ബാങ്ക്സിൽ വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണ് നമ്മുടെ ക്ലാസ് റൂം ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. വീക്കിലി നമുക്കൊരു 4 to 5 days ക്ലാസ് വരുന്നത്, ഫുൾ ഡേ ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പം നമ്മളൊരു 6 months കൊണ്ടാണ് ഒരു വലിയ സിലബസ് കവർ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു 4 to 5 days നമുക്ക് ക്ലാസ് വരും. അത് കഴിഞ്ഞൊരു ആവറേജ് ഒരു 2 to 3 days നമുക്കൊരു വീക്കിൽ ഓഫ് വരും, അതായത് സ്റ്റഡി ലീവ് വരും. അത് മെയിൻ ആയിട്ടൊരു കാര്യം, ഹോളിഡേ ഇല്ല. നമ്മൾ ഈ പ്രോസസ്സിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോളിഡേ എന്നൊരു കാര്യം നമുക്കില്ല, നമുക്ക് സ്റ്റഡി ലീവ്സ് കിട്ടും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദിവസത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 5 hours വരും. ആ 5 മണിക്കൂർ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ആണ് ഒരു ദിവസം തന്നെ നമ്മൾ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം,
ഒന്ന് നമ്മൾ ഒരു ദിവസം ലീവ് എടുത്താൽ തന്നെ അത്രയും പോർഷൻസ് നമുക്ക് പോകും. അത് പിന്നെ നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് നോട്ട്സ് നോക്കി എഴുതിയെടുത്താലോ ഫ്രണ്ട് പഠിപ്പിച്ചാലോ പോലും അത്ര ഒരു എഫക്റ്റീവ്നെസ് വരത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു 4-5 ദിവസം ഒരാഴ്ചയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അത് സ്റ്റുഡൻസിന് പഠിച്ചു തീർക്കാനൊരു സമയം വേണം. ആ സമയമാണ് നമ്മളിപ്പോ പറഞ്ഞ 2 to 3 ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്ലാസ്സിൽ വരിക, അല്ലാതെ കിട്ടുന്ന ദിവസങ്ങൾ ഇത് പഠിച്ചു തീർക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതാണ്. ഒന്നും ലാഗ് ആവാതിരിക്കുക, ഒന്നും പെൻഡിങ് വെക്കാതിരിക്കുക. ഈ ലാസ്റ്റില്, അതായത് എക്സാം ഡിസംബർ അല്ലെങ്കിൽ ജൂണിൽ എക്സാം വരുമ്പോൾ അതിനൊരു 2 weeks മുന്നേ അല്ലെങ്കിൽ ഒരു 1 month മുന്നേ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റില്ല. കാര്യം ഇത് വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു എക്സാം ആണ്. കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നാൽ മാത്രം കിട്ടുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രം day 1 to എക്സാം വരെ അച്ചീവ് ചെയ്യുന്നവരെ, ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആണ്. നമുക്കിവിടെ ലീവ് എടുക്കുന്ന എണ്ണത്തിനും കാര്യത്തിനും ഒക്കെ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്കാരെയും ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് വെച്ചിട്ടല്ല. കാര്യം ഒരു സ്റ്റുഡന്റിന് വരുന്നത് വലിയൊരു ലോസ് ആണ്. വളരെ ഡിസിപ്ലിൻഡ് ആയി, ഡെഡിക്കേറ്റഡ് ആയി, കൺസിസ്റ്റന്റ് ആയി പഠിക്കുക എന്നുള്ളതാണ് എന്താ സീക്രട്ട് മന്ത്ര എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേണിലേക്ക് വരുന്നത്, ഇങ്ങനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പാറ്റേണിലേക്ക് വരുമ്പോൾ ആ പാറ്റേണിലേക്ക് ഒരാളെ നമ്മളൊന്ന് അങ്ങനെ ആക്കിയെടുക്കാന്ന് പറഞ്ഞൊരു പ്രോസസ്സ്. അതെ, അത് കുറച്ച് പാടാണ്. അത് കാരണം ഇപ്പൊ നമുക്കിപ്പോ ഇത്രയും നല്ലൊരു സക്സസിന്റെ ഹിസ്റ്ററി നമുക്കുണ്ട്. ഇത്രയും ആൾക്കാർ നെറ്റ് കിട്ടി, JRF കിട്ടിയ ആൾക്കാർ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ PhD ചെയ്യുന്നു, പെർമനന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത്രയും ട്രാക്ക് റെക്കോർഡ് നമുക്കുണ്ട്. എന്നാൽ പോലും ഒരു സ്റ്റുഡന്റ് പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലേ നിങ്ങൾ ജയിക്കൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നത് ശരിക്കും ഒരു ടാസ്ക് ആണ്. അപ്പൊ അതിൽ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഈ നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാല്. അത് മാമിന് എനിക്കൊന്ന് കുറച്ചും കൂടെ മനസ്സിലാവും. പേപ്പറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോട്ട്സ് എഴുതണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു നോട്ട് മേക്കിംഗ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുറെ കാര്യങ്ങൾ ഈ സ്പൂൺ ഫീഡിങ് പോലെ, ഫോർ എക്സാമ്പിൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം, ഒരു LMS പ്ലാറ്റ്ഫോം കൊടുക്കും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ നോട്ട് മേക്കിംഗ് ചെയ്യണം? അപ്പം നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു, നമ്മൾ ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ പലരും വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് ഈ നോട്ട് മേക്കിങ്ങിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ അങ്ങനെ കോപ്പി അടിച്ച് വെക്കുക, അല്ലെങ്കിൽ PPT-യിലുള്ള കാര്യങ്ങൾ അങ്ങനെ കോപ്പി അടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ലെക്ചർ അറ്റൻഡ് ചെയ്യുമ്പോൾ അഫ്കോഴ്സ് ആ എഡ്യൂക്കേറ്ററിന്റെ കയ്യിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ വേർഡ്സിൽ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഒരു എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നമ്മുടെ റിവിഷൻ പ്രോസസ്സിനാണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു സ്വന്തമായ ഒരു നോട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ നമ്മളിവിടെ നമ്മുടെ ഒരു നോട്ട് മേക്കിങ്ങിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാം, നിങ്ങൾ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു ഫയൽസ് മേക്ക് ചെയ്യൂ ഓരോ വിഷയത്തിലും നമ്മൾ പറയാറുണ്ട്. കാരണം ഈ നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്സ്. അതായത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ടാവും. എസ്പെഷ്യലി ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിലായിരിക്കും ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിന് ഇങ്ങനെയും ഒരു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓപ്ഷൻസിന്റെ കാര്യം തീർച്ചയായിട്ടും ഇപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 4 ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങളാണ് കിട്ടുന്നത്. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അതിൽ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ആൻസർ ആണ്, അത് എന്തുകൊണ്ട് ആൻസർ ആണെന്ന് മാത്രമല്ല നോക്കുന്നത്, ബാക്കി 3 ഓപ്ഷൻസ് എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ. അതെ അതെ. അപ്പൊ ആ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ നോളജ് സ്പെക്ട്രം വളരെയാണ്, വികസിക്കുകയാണ്. അപ്പൊ അതിലാണ് ഈ നോട്ട് മേക്കിങ്ങിന്റെ വളരെ ഒരു സിഗ്നിഫിക്കൻസ്. ഇത് നമുക്ക് ബിഗിനിങ്ങിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും എൻഡിൽ, ഈ ഒരു പ്രോസസ്സിന്റെ എൻഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നോട്ട്സ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. ശരിക്കും നമ്മളൊരു പ്രൊഫസർ ആവുക അല്ലെങ്കിൽ ഒരു റിസർച്ച് സ്കോളർ ആകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് എപ്പോഴും ഒരു അസറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും കാര്യങ്ങൾ. തീർച്ചയായിട്ടും സഹായകരമാണെന്ന് തോന്നുന്നു. അപ്പം ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ടെസ്റ്റ് പേപ്പേഴ്സ് നടത്തുന്നതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ ഈ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിനോടൊപ്പം തുടങ്ങുന്ന ഒരു കാര്യമാണ് എക്സാംസ്. അത് നമ്മൾ വളരെ റെഗുലർ ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ് റൂംസിൽ നമ്മൾ നടത്താറുണ്ട്, LMS പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യാറുണ്ട്, ഒക്കെ നമ്മളിത് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എന്തിനാ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം.
അല്ലേ? അത് നമ്മൾ ഓരോ ഏരിയ കഴിയുമ്പോഴും നമ്മൾ എത്രത്തോളം നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ നമുക്ക് അറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു കാര്യമാണ്. 2, നമ്മൾ ഫൈനലി നമ്മൾ എത്താൻ പോകുന്ന ആ ഒരു എക്സാം, അതിലേക്ക് നമ്മളെ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഡിഫിക്കൽട്ട് ലെവൽ കൂടുതലുള്ളതും കുറവുള്ളതും മോഡറേറ്റ് ആയിട്ടുള്ളതും ഒക്കെയുള്ള എക്സാംസ് നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് നമ്മൾ ഇതുമായിട്ട് അങ്ങ് ഫെമിലിയർ ആവുകയാണ്. ഫൈനലി എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒട്ടും ഒരു പേടിയോ ടെൻഷനോ ഒന്നും വരാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ മോഡൽ എക്സാംസ്, നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 കറക്റ്റ് 3 മണിക്കൂർ ടൈം വെച്ച് നമ്മളൊരു എക്സാം അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാര്യം നമ്മൾ അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊടുക്കാറുണ്ട്, ഈസി ക്വസ്റ്റ്യൻസും കൊടുക്കാറുണ്ട്. അപ്പൊ അതിലൊന്നും ഒരു സ്കോർ നമ്മൾ നോക്കാറില്ല. അതിൽ സ്കോർ അല്ല അവിടെ മാറ്റർ. അവിടുത്തെ മാറ്റർ നമ്മൾ ഈ ഒരു പാറ്റേണിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് അതിന്റെ ഒരു മാറ്റർ. പിന്നെ എനിക്ക് തോന്നി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോഴും അവിടെ ഒരു ഫൈൻ ബാലൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. കാരണം ചില ആളുകൾക്ക് ഉള്ളൊരു ധാരണ, പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും അവർക്ക് കിട്ടിയിരിക്കുന്ന ഇംപ്രഷൻ ഒക്കെ പ്രീവിയസ് ഇയർ കുറച്ചൊരു 10-12 വർഷത്തെ എടുത്ത് വെച്ച് ചെയ്താൽ ആ സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ ഉള്ളൊരു ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓറിയന്റേഷൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളോട് ചോദിക്കും, ഞങ്ങളുടെ സബ്ജക്റ്റിന് അങ്ങനെ പ്രീവിയസ് ഇയർ ഇങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് അങ്ങനെയല്ല, നമ്മൾ ഒരിക്കലും പ്രീവിയസ് ഇയർ പഠിക്കുന്നത് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഒരു പ്രോസസ്സിൽ എത്രത്തോളം യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസ് കണ്ട് എങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്യിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ എൻഡിൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ബെനിഫിഷ്യൽ ആണ്. ബിഗിനിങ് നമ്മൾ, കാര്യം ഇത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നല്ല ജോളി ആയിട്ടൊക്കെ പഠിച്ച് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് കുറച്ച് ഇത്ര ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്, നോട്ട്സ് എഴുതണം, അവധിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ നെറ്റ് അല്ലെങ്കിൽ JRF എന്നൊരു ഗോളിലേക്കുള്ള ഒരു ഈസി സ്റ്റെപ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഫൈൻ ബാലൻസ് ഉണ്ട്. ചില ആളുകൾ നന്നായി കോൺസെപ്റ്റ് പഠിക്കും, പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യാറേ ഇല്ലാത്ത ആളുകളുണ്ട്. നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇടുന്ന ഇംപ്രഷനാണ്. പിന്നെ ചില ആളുകൾ, എസ്പെഷ്യലി നമ്മൾ ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ ആളുകൾക്ക് കുറെ അങ്ങനത്തെ ധാരണകളുണ്ട്. ചില ആളുകൾ നന്നായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യും, പക്ഷെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യും. പക്ഷെ ആ ചോദ്യം അതുപോലെ ചോദിച്ചാൽ ഫൈനാണ്, പക്ഷെ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നിടത്ത് ഈ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. ഒരു ഫൈൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയൊക്കെ കാര്യം പറയുമ്പോഴേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും, ഓക്കെ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് അനങ്ങാൻ പറ്റാതെ ഫുൾ ടൈം പഠിത്തം അങ്ങനെയാണോ എന്നൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ടെന്ന്. ഇല്ല, അങ്ങനെ ഉറപ്പായിട്ടല്ല. അത് ഇവിടെ നമ്മുടെ ഈ ജേർണിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം. നമ്മള് സീരിയസ് ആവേണ്ടടുത്ത് നമ്മൾ വളരെ സീരിയസ് ആണ്. കാര്യം അവര് നമ്മുടെ അടുത്തേക്ക് വന്നത്, ആപ്പിൾബിയിലേക്ക് വന്നത് അവരൊരു മനസ്സിലൊരു എയിം വെച്ചിട്ടാണ് അല്ലേ. ഇവിടെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയും കൂടെ എയിമാണ്, അവരെ ക്വാളിഫൈഡ് ആക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ എയിമാണ്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആകാറുണ്ട്. പക്ഷെ അതിനർത്ഥം ഇവിടെ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു ടാലന്റ് ഷോ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മൾ ഫിലിംസ് ഇല്ലേ, നമ്മളിവിടെ മൂവി പ്രീമിയേഴ്സ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസിൽ പോകണം അല്ലേ. നമുക്ക് ഈ പറഞ്ഞ പഠിത്തം മാത്രമായിട്ട് ഇരുന്നാൽ പറ്റില്ല, എന്നാൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് മാത്രമായിട്ട് ഇരുന്നാലും നമുക്കിത് പറ്റില്ല. ഇതിന് രണ്ടിന്റെയും കൂടെ ഇടയിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ 2 സൈഡ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആപ്പിൾബി അക്കാദമിയുടെ തുടക്കകാലം മുതൽ ഈ ഒരു ജേർണി വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഡെൽന. സോ എന്താണ് ആപ്പിൾബി അക്കാദമിയുടെ വിഷൻ, അല്ലെങ്കിൽ ഇവിടെ നെറ്റ് എന്ന സ്വപ്നവുമായിട്ട് അല്ലെങ്കിൽ JRF എന്ന സ്വപ്നവുമായിട്ട് വരുന്ന ഒരു കാൻഡിഡേറ്റിന് എന്താണ് ആപ്പിൾബി അക്കാദമിക്ക് പ്രോമിസ് ചെയ്യാനുള്ളത്? എനിക്ക് ആപ്പിൾബി അക്കാദമിയുടെ ഒരു തുടക്കം മുതൽ, അതായത് ഇവിടെ പാലായിൽ നമ്മുടെ സെന്റർ തുടങ്ങുമ്പോൾ മുതൽ എനിക്ക് ഇതിന്റെ കൂടെ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ അന്ന് മുതൽ ഓരോ സ്റ്റെപ്സ് ആയിട്ട് നമ്മളിത് വളരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിന്റെ ഒരു വിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കിരൺ സാറാണ് ഈ പറഞ്ഞൊരു ഇങ്ങനൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനൊരു കോച്ചിങ് എത്ര ക്വാളിറ്റിയിൽ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയുമായിട്ട് വരുന്നത് സാറാണ്. അതായത് നമ്മുടെ ഒരു ക്ലാസ് ഇപ്പൊ ഈവൻ പറഞ്ഞ
ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ പോലും എക്സാമ്പിൾ എടുത്താൽ, ഒരു വീഡിയോയിൽ പോലും ഒരു സ്റ്റുഡന്റ് ഒരു വീഡിയോ കണ്ടാൽ അതിൽ നിന്ന് കിട്ടുന്നത് ഒരുപാട് ഇൻഫർമേഷൻ ആണ് അല്ലേ. ഒരു 15 മിനിറ്റ്സ് വീഡിയോയിൽ പോലും നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അത് തന്നെയാണ് ആപ്പിൾ ബി അക്കാഡമിന് ഇതുവരെ നിലനിർത്തിയത്. നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം മുതൽ സാറിന് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടാണ് അത്. എക്കണോമിക്സ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് അങ്ങനെ സ്റ്റുഡൻസ് ക്വാളിഫൈഡ് ആയി, നെറ്റും JRF ഒക്കെ ക്വാളിഫൈഡ് ആയിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു അതാണ് നമ്മുടെ മാർക്കറ്റിംഗ്. നമ്മുടെ അടുത്ത് നിന്ന് ക്വാളിഫൈഡ് ആയ ആൾക്കാർ അവരുടെ ഒരു റെഫറൻസിലാണ് നമുക്ക് പിന്നീട് അഡ്മിഷൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ, എനിക്ക് തോന്നുന്നു അന്ന് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ആപ്പിൾ ബി ഇന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് നമ്മളിലേക്ക് വരുന്നവരോട് നമുക്ക് പ്രോമിസ് ചെയ്യാനുള്ളത് അതേ ക്വാളിറ്റിയാണ്. നിങ്ങൾ ഇവിടെ വന്ന ഒരു പർപ്പസ് നമ്മുടെ കൂടെ നിങ്ങൾ നിൽക്കുക, നമ്മുടെ കൂടെ നിന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ, ബിഗിനിങ് മുതൽ എനിക്ക് ഇതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ LMS പ്ലാറ്റ്ഫോമാണ്. LMS എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അത് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അത് ശരിക്കും ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും, കോവിഡിന്റെ സമയത്തൊക്കെ നിങ്ങൾ ഓൺലൈൻ കോച്ചിങ് തുടങ്ങിയോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്, നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ അപ്പോഴല്ല അത് തുടങ്ങുന്നത്. നമ്മൾ ഒരുപാട് വർഷം മുൻപ് ആപ്പിൾ ബിയുടെ ഒരു ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് തന്നെ നമുക്ക് ഓൺലൈൻ ഒരു സ്ട്രീമും കൂടെ ഉണ്ട്. അപ്പം മുതൽ ആപ്പിൾ ബിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഒരുവിധം എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും കുട്ടികൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസിന് നമ്മൾ ഈ ഓൺലൈൻ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നേരിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരാണ് ഓൺലൈൻ എടുക്കുന്നത് കൂടുതലും, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ വരുന്നവർക്ക് നമ്മൾ അഡീഷണൽ ഫീച്ചർ ആയിട്ട് LMS പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ LMS പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സും കൂടെ എടുത്ത് പറയണമെന്ന് തോന്നുന്നു. നമുക്ക് പല മോഡ്സിലാണ് അതിനകത്ത് മെറ്റീരിയൽസ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്. 24/7 നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. ആൻഡ് വളരെ കൃത്യമായി ഓരോ ബ്രാഞ്ചസ് തിരിച്ച് മൊഡ്യൂൾ വൈസ് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലെക്ചേഴ്സ് അവിടെ അവൈലബിൾ ആവും. ആൻഡ് ഓൾസോ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻസ് നമ്മൾ അതിന് യൂസ് ചെയ്യാറുണ്ട്. ആ PPT സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സും ഈ LMSന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയണം. അതിനോടൊപ്പം തന്നെ ടെസ്റ്റ് പേപ്പർ റീജിയൻ, ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നതാണ് ടെസ്റ്റ് പേപ്പർ ചെയ്യോ പ്രാക്ടീസ് ചെയ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് പേപ്പർ റീജിയൻ കൂടി LMS പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന് പുറമെ പേഴ്സണൽ മെന്ററിങ്, അതുപോലെ ഡൗട്ട് ക്ലിയറൻസ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൂടി നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞതിലൊരു അഡീഷണൽ പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേഴ്സണലൈസ്ഡ് പ്ലാൻസ് ഇല്ലേ. നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ റെഗുലർ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു പേഴ്സണലി നമ്മളൊരു സ്റ്റുഡന്റിന് ഇല്ലേ, അത് നമ്മളൊരു പ്ലാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ആളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഐഡന്റിഫൈ ചെയ്തിട്ട് അയാൾ പാരലി പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് ഒത്തിരി എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അവരെ ക്വാളിഫിക്കേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റൽ ക്ലാരിറ്റിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒക്കെ എന്തുമാത്രം NT നെറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. സോ നൗ ലെറ്റ്സ് മീറ്റ് അവർ എഡ്യൂക്കേറ്റേഴ്സ്. ആൻഡ് ഓൾസോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട്, കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആസ് വെൽ ആസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ എക്കണോമിക്സിന്റെ LMS ഷൂട്ട് നടക്കാണ്. സോ ലെറ്റ്സ് മീറ്റ് വൺ ഓഫ് അവർ എഡ്യൂക്കേറ്റേഴ്സ്, ഷോണി ഡൊമിനിക്. ക്ലാസ് റൂം ക്ലാസ്സിനൊപ്പം നമ്മൾ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലേണിംഗ് എയ്ഡ് ആണ് LMS എന്ന് പറയുന്നത്. സാർ ഇവിടെ ഓൾറെഡി പറഞ്ഞതുപോലെ LMSന്റെ ഷൂട്ടിലായിരുന്നു. സോ നമ്മൾ ഈ LMS പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂം ക്ലാസ്സിനൊപ്പം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് മേജർ ആയിട്ട് ഏകദേശം ഒരു 4 to 5 days ആണ് ഓഫ്ലൈൻ ക്ലാസ്സസ് വരിക. സ്റ്റുഡൻസിന് ഒരു 2 days യൂഷ്വലി സ്റ്റഡി ലീവ്സ് കിട്ടാറുണ്ട്. അപ്പം ഈ സ്റ്റഡി ലീവ്സിൽ നമ്മൾ ഓരോ സ്റ്റുഡൻസിന്റെ വീക്ക് ഏരിയ അനുസരിച്ച് അവർക്ക് ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാനും, അത് കൂടാതെ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കൂടെ ഒരു ഓവറോൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ സ്റ്റഡി പ്ലാനും പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനാണ് കുട്ടികൾ യൂഷ്വലി LMS പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക.
അപ്പം ഈ LMS പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വലി അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ചില ഏരിയാസ് കൂടെ കവർ ചെയ്യാൻ വേണ്ടി LMS പ്ലാറ്റ്ഫോം അവരെ ഹെൽപ്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഡേ ടു ഡേ ബേസിസ് നമ്മൾ ചില ഏരിയാസ് ക്ലാസ്സിൽ തീർക്കുന്നുണ്ട്. അതിന്റെ കൂടെ പാരലലി കുറെ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ യൂഷ്വലി എക്കണോമിക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി പഠിക്കാൻ സാധിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, മെമ്മറൈസ് ചെയ്യേണ്ട കുറെ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ഇവർക്ക് LMS പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ടെസ്റ്റ് പേപ്പറുകളുടെ ഇമ്പോർട്ടൻസ് വളരെയാണ്. നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പേഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഒരു എക്സാം പാറ്റേണിനോട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എത്രമാത്രം അവർക്ക് ഈ ഒരു എക്സാമിൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് LMS പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്സാം സോഫ്റ്റ്വെയറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എക്സാം പ്രാക്ടീസ് അവർക്ക് LMS കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും കുട്ടികൾ എക്സാംസ് കഴിഞ്ഞ് നമ്മളോട് പറയാറുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ ഒരു പരിചയമില്ലായ്മ കുറവ് മൂലം അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പൊ നമ്മുടെ LMS പ്ലാറ്റ്ഫോം അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട്, ഒരു എഫിഷ്യന്റ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ ഈ ഒരു ക്ലാസ് റൂം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ടെക്സ്റ്റ് ബുക്കുകളാണുള്ളത്. അതിൽ പേപ്പർ 1 ടെക്സ്റ്റ് ബുക്കുകൾക്ക് പുറമെ എക്കണോമിക്സിന് മാത്രമായിട്ട് ഏകദേശം ഒരു 5 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ആദ്യം ഇതിൽ നമുക്ക് വരുന്നത് തിയറീസ് ആൻഡ് പ്രൊപ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ്. നമുക്കറിയാം ഒരു ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റെലവൻസ് വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ എക്സാംസ്. അപ്പം തിയറീസ് ആൻഡ് പ്രൊപ്പോണ്ടേഴ്സ്, കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്, അപ്പം ഇങ്ങനത്തെ ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ആദ്യമായിട്ടുള്ളത്. അത് മാത്സ് ദ ഫോളോയിങ്സും കവർ ചെയ്യുന്നതാണ്. ഇനി അത് കൂടാതെ നമുക്ക് സിലബസ് നോട്ട്സ്, നമ്മുടെ സിലബസിലുള്ള എല്ലാ ഏരിയാസിന്റെയും നോട്ട്സ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് രണ്ടാമത് വരിക. പിന്നീട് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ കറന്റ് അഫയേഴ്സ്, ഇന്ത്യൻ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഇനി അതുകൂടാതെ 2 ക്വസ്റ്റ്യൻ ബാങ്ക്സുകളുണ്ട്. നമ്മള് മുമ്പേ സംസാരിച്ചപ്പോ ഞാനും ഡെലിൻ മാമുമായിട്ട് സംസാരിച്ചപ്പോ പറയായിരുന്നു എന്തുമാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. അത് തന്നെ, അതുകൊണ്ട് തന്നെ നമ്മള് എക്കണോമിക്സിന് മാത്രമായിട്ട് 2 ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ കവർ ചെയ്യുക ഏകദേശം 2012 മുതൽ റീസെന്റ് എക്സാം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ സൊല്യൂഷൻസും അടങ്ങുന്നതാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആണ്. ഇത്രയും ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ ക്ലാസ് റൂം കുട്ടികൾക്ക് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ LMS എന്ന് പറയുമ്പോൾ പാരലലി നമുക്ക് ക്ലാസ് റൂമിന്റെ കൂടെ തന്നെ LMS യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു പോവുക. പാരലലി റെഫറൻസ് വീഡിയോസ്, ഒരു ഏരിയ നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്നാൽ ഒന്നും കൂടെ ആ ഏരിയ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒന്നുകൂടെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ ഒരു സ്റ്റഡി പ്ലാൻ പാരലലി കൊണ്ടുപോകാം. ഇങ്ങനെ കുറെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഇഫക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓഫ് കോഴ്സ് ടെക്സ്റ്റ് ബുക്കും വളരെ സിഗ്നിഫിക്കന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഷൂട്ട് നടക്കട്ടെ. അപ്പോൾ സോ ലെറ്റ്സ് മീറ്റ് ദ നെക്സ്റ്റ് എഡ്യൂക്കേറ്റർ. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ എഡ്യൂക്കേറ്റർ ജൂലിയറ്റ് മാം. സോ മാം, ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് അതിന്റെ സിലബസ് ഭയങ്കര വാസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ഇംഗ്ലീഷ് പോലൊരു വിഷയത്തിന് നമ്മൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? ഇംഗ്ലീഷ് പോലുള്ള ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ സിലബസിന്റെ ഒരു വാച്ച്നെസ് ആണ്. കാരണം നമുക്കറിയാം, നമുക്ക് കിട്ടിയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് വളരെ വേഗ് ആണ്. ഡ്രാമ, പോയട്രി, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ആ ഒരു രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ കുറച്ച് ഓതേഴ്സിനെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 2 നമുക്കൊരു ലിറ്ററേച്ചറിന്റെ ഒരു ഹോൾനെസ് നമുക്ക് കിട്ടാതെ പോകാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരു സിലബസിനെ മാക്സിമം പ്രിസൈസ് ആക്കുക അല്ലെങ്കിൽ മാക്സിമം ക്രിസ്പ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അതിന്റെ ഒരു മാർഗം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സിലബസ് അനുസരിച്ച് അത് കംപ്ലീറ്റ് അങ്ങനെ നോക്കാതെ നമ്മൾ കുറച്ചും കൂടി നാഷണാലിറ്റി അനുസരിച്ചാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓതേഴ്സിനെ സ്കിപ്പ് ചെയ്ത് പോവുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പോകും. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഇത് പാർട്ട് 1, ഇതിൻ്റെ അകത്ത് ഫുള്ള് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് ഈ പറയുന്ന ഡ്രാമ, പോയട്രി എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്നാണ്. സോ നമ്മൾ ഇവിടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ എല്ലാ ജോണേഴ്സിനെയും മാക്സിമം പ്രിസൈസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു നോട്ടാണ് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ കുട്ടികൾക്ക് അത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അവരെ ഫോളോ ചെയ്യാൻ, അവർക്ക് നമ്മളെ ഫോളോ ചെയ്യാനായിട്ടും അങ്ങനെയെല്ലാം എളുപ്പമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ
സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി മൈനർ ആയിട്ട് നമ്മൾക്ക് വരുന്ന മൊഡ്യൂൾസുകളാണ്. ലൈക്ക് അമേരിക്കൻ ലിറ്ററേച്ചർ, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, യൂറോപ്യൻ ലിറ്ററേച്ചർ, ലിറ്റററി ക്രിറ്റിസിസം. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ്. സോ നമ്മൾ ഇതിനെ മാക്സിമം തറവായിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ അതിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും അത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ അടുത്തൊരു മേജർ മൊഡ്യൂൾ എന്ന് പറയുന്നത് ലിറ്റററി തിയറി ആണ്. അതാണ് നമ്മൾ പാർട്ട് 3 ലിറ്റററി തിയറി, റിസർച്ച് മെത്തഡോളജി, ലാംഗ്വേജ് ആൻഡ് പെഡഗോഗി, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഈ മൊഡ്യൂൾസ് ഒക്കെയാണ് നമ്മൾ പാർട്ട് 3 നമ്മുടെ ബുക്കിൽ വരുന്നത്. അപ്പൊ ലിറ്റററി തിയറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസോളം ഒക്കെ തന്നെ നമുക്ക് 2 മൊഡ്യൂളിൽ നിന്നും, ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്നും ലിറ്റററി തിയറിയിൽ നിന്നും വരാറുണ്ട്. അപ്പം തിയറി ശരിക്കും നമ്മൾ കുറച്ചും കൂടി ക്രിസ്പ് ആയിട്ട് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതിൽ വരും. അപ്പൊ നമ്മള് നോർമലി സ്റ്റുഡൻസിനെ ചെയ്യുന്നത് അതൊന്ന് അവരെ ഒന്ന് നോർമലൈസ് ചെയ്യുക, ഈ ടേംസും കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു 3 ടെക്സ്റ്റിൽ വരുന്ന കണ്ടന്റ്സ് അവരുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ 4th ചാപ്റ്റേഴ്സ്, അതായത് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്സ് ആണ് ഈ ഒരു ബുക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇതിൽ നിന്ന് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് മേക്ക് ഔട്ട് ചെയ്ത് അതിനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പം നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അങ്ങനെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു വാച്ച്നെസ്സിനെ നമ്മൾ മാക്സിമം ക്രിസ്പാക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ സിലബസ് വാസ്റ്റ് ആണെന്നുള്ള ഒരു കൺസേൺ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനെ എത്രയും പ്രിസൈസ് ആക്കി നെറ്റിന് എന്താണ് ആവശ്യം അത് നന്നായി പഠിക്കാം. അതെ, നമ്മളൊരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവില് ഈ സിലബസിനെ മാറ്റുവാണെങ്കിൽ നമ്മുടെ കുറെ പ്രോബ്ലംസ് അവിടെ തീരും. ഓക്കെ, അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ആ ഒരു സിലബസിന്റെ വാസ്റ്റ്നെസ് നമ്മുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്, അല്ലെ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത എഡ്യൂക്കേഷനെ പരിചയപ്പെടാം. ഇനി അടുത്ത ലേണിംഗ് എയ്ഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 150 ക്വസ്റ്റ്യൻസ് 3 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എക്സാമിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പേപ്പർ 1 എടുത്താൽ അതിൽ കുറേ മാത്തമാറ്റിക്കൽ ഏരിയാസ് ഉണ്ട്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊമേഴ്സ് എന്നൊരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ കൊമേഴ്സിലും കുറേ മാത്തമാറ്റിക്കൽ ഏരിയാസ് ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് എൻക്വയറി വരുന്ന ആൾക്കാർ പറയുന്ന ഒരു മേജർ കൺസേൺ ആണ്, കൊമേഴ്സ് സ്റ്റുഡൻസ് പറയുന്ന ഒരു കൺസേൺ ആണ്, അവർക്ക് മാത്തമാറ്റിക്കൽ ഏരിയാസ് അറിയില്ല, കൊമേഴ്സിലി അറിയില്ല എന്നവർ പറയും. അപ്പൊ അവർക്കൊരു ടെൻഡൻസി ആ ഏരിയാസ് സ്കിപ്പ് ചെയ്യാനാണ്, അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ കൊമേഴ്സിന്റെ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള സ്വാതി മാമിന്റെ അടുത്തും ഇങ്ങനത്തെ കൺസേൺസ് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്? അവര് ഈ മാത്സ് ഇഷ്ടമല്ലാതെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ എങ്ങനെയാണ് അവരെ ഇഷ്ടപ്പെടുത്തുന്നത്? ഓക്കെ, അപ്പൊ പൊതുവെ കൊമേഴ്സിന് എല്ലാവരും പറയുന്ന ഒരു കൺസേൺ തന്നെയാണ് ഈ പ്രോബ്ലം ഏരിയാസ് എന്ന് പറയുന്നത്. പക്ഷെ അവർ പലപ്പോഴും ഇത് ലിങ്ക് ചെയ്യുന്ന ഒരു ഡിഗ്രി PG ലെവലിൽ അവർ പഠിച്ച ഏരിയാസ് ഉണ്ട്. അതായത് അവിടെ ഒരു ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ വരെ ഉണ്ട്. അത് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് അവർ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ നെറ്റ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇന്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് നമ്മളോട് ഈ ഒരു പ്രോബ്ലം ഏരിയാസ് ചെയ്യുന്ന ക്വസ്റ്റൻസ് വരുന്നത്. അതായത് നമുക്ക് ഇക്വേഷൻ ബേസ്ഡ്, അത് നമുക്ക് ഇക്വേഷൻ പഠിച്ചാൽ മതി, നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ആ ഏരിയാസിലെ ക്വസ്റ്റൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. അതെ, അപ്പം നിങ്ങൾ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പിന്നെ അതുപോലെ EOQ പോലെയുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. നമുക്ക് കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ചെയ്യാൻ ചില ടെക്നിക്സുകളുണ്ട്. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ അവർക്കത് നല്ല രീതിയിൽ ആ ഒരു ഏരിയാസിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്, അതായത് PG വരെ ഈ കൊമേഴ്സ് സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് എല്ലാം നെറ്റിലേക്ക് വരുമ്പോൾ അപ്പൊ ഈ ഡിഫറൻസ് എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഡിഫറൻസ് പഠിപ്പിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. 2012 തൊട്ട് റീസെന്റ് എക്സാം വരെയുള്ള ക്വസ്റ്റൻസ് എല്ലാം ഇതിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ പ്രോബ്ലം ഏരിയാസ് വരെ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലുള്ള ക്വസ്റ്റൻസ് എല്ലാം തന്നെ അവരെ കൊണ്ട് മാക്സിമം സോൾവ് ചെയ്യിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ഒരു ധാരണ കിട്ടും, ഒരു ടോപ്പിക് എങ്ങനെ പഠിക്കണം, ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പ്രോബ്ലം ഏരിയാസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ പിക്ചർ അവർക്ക് കിട്ടും. ബാക്കി ബുക്സ് കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ബാക്കി നമുക്ക് 2 പാർട്ടുകളായിട്ടാണ് നമ്മുടെ ഏരിയാസ് വരുന്നത്. പാർട്ട് 1 നമുക്ക് ആദ്യത്തെ ഒരു 5 യൂണിറ്റ്സ്, പിന്നീടുള്ള സെക്കൻഡ് പാർട്ടിൽ ബാക്കി 5 യൂണിറ്റ്സുകൾ. അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ മാനേജ്മെന്റ് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, കൊമേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, മാനേജ്മെന്റ് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്? അല്ലെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈഡ് ആകാനുള്ള ആപ്പിൾബിയുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്കറിയാം, നമുക്ക് 2 പേപ്പേഴ്സ് ഉള്ളത്, ജനറൽ പേപ്പറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് പേപ്പറും ഉണ്ട്. നമ്മൾ മാനേജ്മെന്റ് സ്റ്റുഡൻസിനോട് കുറച്ച് കൂടുതൽ ഫോക്കസ് പേപ്പർ 1 കൊടുക്കാനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്നത്? നമ്മൾ ഈ ഒരു കഴിഞ്ഞ എക്സാമുകളെല്ലാം തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും പേപ്പർ 1 കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ് പേപ്പർ 2-നെ കമ്പയർ
കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ മാനേജ്മെന്റ് സ്റ്റുഡൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതെ, പേപ്പേഴ്സ് അതെ. നോക്കും. അപ്പോൾ ആ ഒരു ഐഡിയയുടെ ബേസിസിലാണ് നമ്മൾ പറയുന്നത് പേപ്പർ വണ്ണിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കൂ. കാരണം പേപ്പർ വൺ ഇപ്പോഴും തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. അതുകൊണ്ട് അതിന് കൂടുതൽ നമ്മളൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പേപ്പർ വണ്ണിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പേപ്പർ ടൂയിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് മാർക്കറ്റിംഗ്, HRM പോലുള്ള ഏരിയാസ് ആണ്. അപ്പൊ അത് കുറച്ച് വാസ്റ്റ് ഏരിയയുമാണ്. അപ്പൊ നമ്മളതിന് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണ് കൃത്യമായി ഫോക്കസ് കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. സോ ആ ഫോക്കസ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ക്ലാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മാം പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസും അല്ല നമ്മൾ എയിം ചെയ്യുന്നത്. പേപ്പർ വണ്ണിൽ മാക്സിമം സ്കോർ ചെയ്തിട്ട് പേപ്പർ ടുവിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഏരിയാസ് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്ത് കട്ട് ഓഫിലേക്ക് എത്താം. അപ്പൊ മാനേജ്മെന്റ് ടെക്സ്റ്റ് ബുക്സ് കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. സോ മാനേജ്മെന്റിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 ടെക്സ്റ്റ് ബുക്സ് ആണുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് അവരുടെ കോണ്ടന്റ് അത് കൃത്യമായിട്ടുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ശരിക്കും പറഞ്ഞ മാനേജ്മെന്റ്. പക്ഷെ നെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സോ അത് വളരെ കൃത്യമായിട്ട് ക്രിസ്പ് ആയിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. താങ്ക് യു മാം, താങ്ക് യു ഫോർ ഷെയറിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനൽസിൽ കൂടെ ഒക്കെ പേപ്പർ വണ്ണിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ സെഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ മാരത്തോൺ വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ക്ലാസ്സസിൽ കൂടെ ഒക്കെ മാം, ബ്ലെസ്സി മാം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പേപ്പർ വൺ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൺ ലൈൻ ആയിട്ട് പറഞ്ഞാൽ പേപ്പർ വൺ നമ്മുടെ നെറ്റ് എക്സാമിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പഠിക്കണം. സോ നെറ്റ് ഓർ JRF എന്നുള്ള ക്വസ്റ്റിന്റെ ഒരു ഡിസിസീവ് ഫാക്ടർ എന്ന് പറയുന്നത് പേപ്പർ വണ്ണിന്റെ സ്കോറും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ആയിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് എല്ലാം അറിയാം നെറ്റിന് 2 പേപ്പേഴ്സ് ആണ്, പേപ്പർ 1 പേപ്പർ 2. അപ്പൊ ജനറലി ഇവര് നിങ്ങൾ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പേപ്പർ മറ്റൊന്നിനെക്കാളും കുറച്ചും കൂടി എളുപ്പമോ ഡിഫിക്കൽട്ടോ ആവാം. അപ്പൊ ചില സമയത്ത് നമുക്ക് ഇപ്പം ഏത് സബ്ജക്റ്റ് ആയാലും ചില സമയത്ത് നമുക്ക് പേപ്പർ 1 ആയിരിക്കും കുറച്ചുകൂടി ഓക്കെ ആയിട്ട് വരിക, ചില സമയത്ത് പേപ്പർ 2 ആയിരിക്കും. അപ്പോൾ എന്ത് തന്നെ ആയാലും പേപ്പർ 1ന്റെ ഒരു ഡിഫിക്കൽറ്റി എന്ത് തന്നെ ആയാലും ഒരു 30+ ഉറപ്പായിട്ട് നമുക്ക് വേണം. 35+ ക്വസ്റ്റ്യൻസ് 50 ചോദ്യങ്ങളിൽ കറക്റ്റ് ആക്കാന്നുള്ള ഒരു എയിമാണ് ശരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പേപ്പർ 2 കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പേപ്പർ 1ൽ 50-ൽ 35-ന് മുകളിലേക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ സാധിച്ചാൽ അത് അവിടെ തന്നെ നിങ്ങൾക്ക് നെറ്റോ JRF ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത തുറക്കും. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പേപ്പർ 2 അത്യാവശ്യം ഒരു ഈസി ടു മോഡറേറ്റ്, ഈസിന്ന് ഞാൻ പറഞ്ഞത് മോഡറേറ്റ് ലെവലിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേപ്പർ 1 ഡിഫിക്കൽറ്റ് ആവാം. അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു 30-ന് മുകളിലേക്ക് എങ്ങനെയെങ്കിലും വരിക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഓൺ ആൻ ആവറേജ് 35+ ക്വസ്റ്റ്യൻസ് 50 ചോദ്യങ്ങളുടെ കറക്റ്റ് ആക്കുന്നത് എയിമാണ് ശരിക്കും പേപ്പർ 1 നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വളരെ ഒരു എക്സാമിൻ്റെ എല്ലാ ഡിഫിക്കൽറ്റിയും പരിഗണിച്ചുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ഗോൾ. അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം അതിന് മുമ്പും ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ കോൺസെപ്റ്റ്സ് നന്നായി പഠിക്കുക ഇനിഷ്യൽ സ്റ്റേജിൽ, അതിനുശേഷം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. ഒരു എക്സാം കഴിയുമ്പോൾ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഷിഫ്റ്റുകളുടെ പേപ്പേഴ്സ് മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ പേപ്പർ 1 പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലിനകത്തും ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോക്കസ്. നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ്. 2 ബുക്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 2 ബുക്സിലൂടെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കും നമുക്ക് ഇതിന് കൂടെ ഉണ്ട്. നന്നായി കോൺസെപ്റ്റ് പഠിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. പേപ്പർ 1നെ കുറിച്ച് നിങ്ങൾ ഒട്ടും ബയസ്ഡ് ആവരുത്. ഇപ്പം ഇത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞതുപോലെ ഇത് വളരെ എളുപ്പമാണ് എന്നുള്ളൊരു ചിന്തയല്ല, എന്നാൽ വളരെ ഡിഫിക്കൽട്ട് എനിക്ക് പറ്റുമോ എന്നുള്ള ചിന്തയല്ല വേണ്ടത്. എന്തായാലും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പ്രോപ്പറായിട്ട് പഠിക്കാം. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. പിന്നെ നമ്മുടെ മാരത്തൺ വീഡിയോസിലൊക്കെ ഇതിന്റെ എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ജൂൺ 2024 നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അവർക്ക് കൺസേൺ ആവുന്ന ഒരു വിഷയം സിലബസ് ചേഞ്ച് ആണ്. സിലബസ് ചേഞ്ച് ആയോ, സിലബസ് എപ്പോൾ വരും, സിലബസ് ചേഞ്ചിന് ശേഷം പഠിച്ചാൽ മതിയോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് പലരും നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് സംസാരിക്കണം തോന്നുന്നു. സിലബസ് ചേഞ്ച് ഉണ്ടാകുമെന്നൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് എപ്പോ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. എത്രയും വേഗം കിട്ടട്ടെ, നമ്മളും അതിന് വെയിറ്റിംഗ് ആണ്.
ആണ്. പക്ഷേ സിലബസ് വന്നിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഒരിക്കലും വർക്കൗട്ട് ആകില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള സിലബസിൽ നിന്ന് കോർ ഏരിയാസ് വെച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. അതുമല്ല, നമ്മളൊരു സിലബസ് ചേഞ്ച് എന്ന് പറയുമ്പോഴും ഒരു ഓൾ ടുഗദർ ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു 30 to 35% ആണ് നമ്മൾ ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യണം. സോ നമുക്ക് കോർ ഏരിയാസ് നമുക്ക് അറിയാം, കോർ ഏരിയാസിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനെപ്പറ്റി ഒട്ടും തന്നെ കൺസേൺ ആവേണ്ട കാര്യമില്ല. കാര്യം ആപ്പിൾബിയുടെ ഒരു ഹിസ്റ്ററി എടുത്താൽ ഞങ്ങൾ ആദ്യമായിട്ടല്ല സിലബസ് ചേഞ്ച് എന്നൊരു കാര്യം ഫേസ് ചെയ്യുന്നത്. നമുക്ക് 2018-19 കാലഘട്ടത്തിൽ പേപ്പർ 2-ന്റെയും പേപ്പർ 1-ന്റെയും സിലബസിൽ ഡ്രാസ്റ്റിക് ആയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളും അപ്ഡേറ്റഡ് ആയി ഞങ്ങളുടെ സ്റ്റുഡൻസിന്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സ്റ്റുഡൻസിന് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. റിസൾട്ടിലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ സിലബസ് ചേഞ്ചിന് ഞങ്ങൾ അങ്ങനെ കാണുന്നുള്ളൂ. സിലബസ് വരട്ടെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. പഠിച്ചു തുടങ്ങിയിട്ട് പുതിയ ഏരിയാസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എടുക്കും. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ ക്ലാസ്സസ് അതെ ഞങ്ങള് ജൂൺ 2024 ബാച്ച് നമ്മൾ സൂൺ സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഓൾറെഡി തുടങ്ങി. നമ്മൾ ഒരു ജാനുവരി 3rd വീക്കിലേക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പം എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആപ്പിൾബി അക്കാഡമി നേരത്തെ പറഞ്ഞല്ലോ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇതിനോടൊരു കമ്മിറ്റ്മെന്റ്. അതായത് നമ്മുടെ അടുത്തേക്ക് ഒരു സ്റ്റുഡന്റ് വന്നാൽ ആ സ്റ്റുഡന്റിന് ജയിക്കുന്നത് വരെ നമ്മുടെ കൂടെ നിൽക്കാം. ഇപ്പം നെറ്റ് കിട്ടിയ ഒരാൾക്ക് JRF കണ്ടിന്യൂ ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല, മാർജിനലി നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അടുത്ത ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി എന്നൊരു സാഹചര്യം കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പേപ്പർ 2 ഫ്രീ ആയിട്ട് അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അവർ ആ ഒരു സക്സസിലേക്ക് എത്തുന്നത് വരെ ഫ്രീ ആയി റിപ്പീറ്റ് ചെയ്യാൻ പേപ്പർ 2 സാധിക്കുന്നു എന്നുള്ളത് പോയിന്റാണ്. അപ്പം അതില് നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 6 months to 1 year നമുക്ക് JRF എടുക്കാനായിട്ട് പറ്റും. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ വ്യക്തമായിട്ടുള്ള റെപ്പറ്റീഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് സീരിയസ് ആയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതല്ല, നിങ്ങളുടെ സീരിയസ്നെസ് പോലെ ഇരിക്കും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്നുള്ള കാര്യം അതുകൂടെ അതിനോട് ചേർത്ത് പറയാം. നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾബി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ ഉണ്ടാവും. പിന്നെ അവിടെ തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ റിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു പ്രാവശ്യം വന്നു, അത് കഴിഞ്ഞ് 6 months പഠിച്ചു, പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമല്ലേ റിപ്പിറ്റേഷൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു തവണ നെറ്റ് കിട്ടി, എന്തെങ്കിലും കാരണവശാൽ വന്നു, നിങ്ങളൊരു ജോലിയോ കാര്യങ്ങളോ ഒക്കെ വന്നു, ബ്രേക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് JRF വേണ്ടി പഠിക്കാം എന്ന് തോന്നിയാലും ഈ റെപ്യൂട്ടേഷൻ അവിടെ കാണും. നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ ആപ്പിൾബിയുടെ ഡോഴ്സ് എപ്പോഴും അതിന് ഓപ്പൺ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ ടീമിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആപ്പിൾബിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും വേഗത്തിൽ കോൺടാക്ട് ചെയ്യുക. കാര്യം ക്ലാസ്സസ് വളരെ കുറച്ച് വീക്സിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളങ്ങനെ റിസൾട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ സിലബസ് ചേഞ്ചിന് വേണ്ടിയോ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല. നമ്മുടെ ഒരു പ്രോസസ് വേഴ്സസ് റിസൾട്ട് എന്നാണ് സാർ എപ്പോഴും കിരൺ സാർ പറയാറുള്ളത്. അപ്പൊ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് വരുന്നത് വരെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് us. Thank you.